ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലൈഡ് കോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പിലുള്ള ജോബ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബാച്ച് കോസ്റ്റിംഗ് ഞാൻ മുമ്പിലത്തെ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അപ്ലൈഡ് കോസ്റ്റിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വലിയ കൺസ്ട്രക്ഷൻസ് വർക്കൊക്കെ വരികയാണെങ്കിൽ വലിയ കോൺട്രാക്ട് കമ്പനികൾക്ക് നമ്മളൊരു കോൺട്രാക്റ്റ് കൊടുക്കും ആ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഓരോ കോൺട്രാക്റ്റിൻ്റെ ബേസിലായിരിക്കും അവർ കോസ്റ്റ് നിർണ്ണയിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ കൺസ്ട്രക്ഷൻ വർക്കിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോൺട്രാക്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് under which contract is treated as a cost unit and costs are accumulated and ascertained separately for each contract. നമുക്ക് ജോബ് കോസ്റ്റിങ്ങും അതുപോലെ ബാച്ച് കോസ്റ്റിംഗ് പോലെ തന്നെ ഇവിടെ കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ അണ്ടറിൽ നമ്മളുടെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്ന എന്താണ്? ഓരോ കോൺട്രാക്റ്റ് ആണ്. ഈച്ച് കോൺട്രാക്ട് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പം ഓരോ കോൺട്രാക്റ്റും നമ്മളിവിടെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ഇൻ ദ കോൺട്രാക്ട് ലെഡ്ജർ ഫോർ ഈച്ച് കോൺട്രാക്ട് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദാറ്റ് കോൺട്രാക്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ കൺസ്ട്രക്ഷൻ വർക്കിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോൺട്രാക്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് ഒരു ഫോം എന്തെങ്കിലാണ് ഇരിക്കുന്നത്? കോൺട്രാക്ട് ലെഡ്ജറിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. സോ ആരാണ് ഈ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പം ഞാനാണ് ഒരാൾക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതെങ്കിൽ ഞാൻ കോൺട്രാക്റ്റ് ആവും. സോ ഞാനാണ് കോൺട്രാക്ട് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ആരായിരിക്കും? ഞാനായിരിക്കും കോൺട്രാക്ട് കൊടുക്കുന്ന കമ്പനി ഏതാണോ അവരായിരിക്കും കോൺട്രാക്ടർ. ഓക്കെ, അപ്പം കോൺട്രാക്ടറാണ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്കാണ് അതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിലൂടെ കിട്ടിയത് എന്നൊക്കെ അറിയേണ്ടത് അവരുടെ ആവശ്യമാണ്. നമുക്ക് അടുത്തത് ഈ പാർട്ടിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ്. Work certified is that portion of the work completed which has been certified or approved by the contractees, architect or surveyor. ഒരു കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഞാനൊരു കോൺട്രാക്ടറെ വെച്ചു ഒരു അഗ്രിമെന്റിന്റെ ബേസിൽ. അപ്പം വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ആർക്കിടെക്റ്റോ ഇല്ലെങ്കിൽ സർവേയറോ വന്നിട്ട് നോക്കൂ. എന്നിട്ട് അവര് അപ്രൂവൽ അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യുമ്പോൾ അത്രയും ഭാഗത്തെ വർക്കിന് നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയും. അപ്പം മുന്നേ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കാണ്, പക്ഷെ അതൊരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ സർവേയറോ ആരുടെ കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്റ്റോ സർവേയറോ വന്ന് നോക്കി അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ വർക്ക് സർട്ടിഫൈഡ് ആവത്തുള്ളൂ. ഓക്കെ, സർട്ടിഫൈഡ് വർക്ക് നേരത്തെ ചെയ്ത വർക്കാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് അൺസർട്ടിഫൈഡ് എന്താണ്? നേരത്തെ ചെയ്തു വെച്ച വർക്ക് തന്നെ, പക്ഷെ അത് which has not been certified or approved by the contractee's architect or surveyor. പക്ഷെ അത് കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ സർവേയറോ വന്ന് അപ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയാം. അടുത്ത് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ കോൺട്രാക്ട്, അതായത് ഒരു കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യേണ്ട പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കേസസ് നോക്കാം. അപ്പം 3 കേസസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ പ്ലാന്റ് ഈസ് പർച്ചേസ്ഡ്. ഇപ്പോൾ ഒരു കോൺട്രാക്ട് വർക്കിന് അഗ്രിമെന്റിന്റെ ബേസിൽ അപ്പം നമ്മൾ ചെയ്യുന്ന ആ സ്പെസിഫിക് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പർച്ചേസ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിന് ഈ പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറിയുടെ കോസ്റ്റ് കൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെ വരും? കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്ലാന്റ് എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ ദ കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ഓഫ് ദ പ്ലാന്റ്.
നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്ലാന്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മൾ എക്സ്പെൻസസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് പ്ലാന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്താണോ അതാണ് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെ വരും? പ്ലാന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ്. എന്താണ് ഡെബിറ്റ് ആവുന്നത്? പ്ലാന്റിന്റെ വാല്യൂ, എന്ത് വാല്യൂ? ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ആണ് ഇവിടെ ഡെബിറ്റ് ആവുന്നത്. അപ്പൊ എന്താണ് ഡിപ്രീസിയേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള പ്ലാന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഓക്കെ, അടുത്തത് പ്ലാൻ ഈസ് ഇഷ്യൂഡ് ഫ്രം സ്റ്റോഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പ്ലാന്റ് ഈസ് ഇഷ്യൂഡ് ഫ്രം സ്റ്റോഴ്സ് എന്നൊരു ഐറ്റമാണ് തന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡിപ്രീസിയേഷന് ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കോൺട്രാക്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും വരുന്നത്? കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതുക. ഇനി അടുത്തത് പ്ലാന്റ് ഈസ് ടേക്കൺ ഓൺ ഹയർ. നമ്മൾ ഹയർ ബേസിൽ എന്തെങ്കിലും വാടകയ്ക്കാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഈടാക്കേണ്ട കാര്യമില്ല, നമ്മൾ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിന് ഓണർക്കാണ് ആ ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വാടക തുക അല്ലെങ്കിൽ ഹയർ ചാർജസ് നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മതി. അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിന് ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കോൺട്രാക്ട് അഗ്രിമെന്റിലേക്ക് വരുമ്പം ചിലപ്പം നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കോൺട്രാക്ട് ഫുള്ളി കംപ്ലീറ്റ് ആയെന്ന് വരില്ല. ഓക്കെ, ചിലപ്പോൾ കുറെ നാൾ, 2-3 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കാം ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിന്റെ കേസിലും അതുപോലെ തന്നെ നോൺ കംപ്ലീറ്റ് കോൺട്രാക്റ്റിന്റെ കേസിലും കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് ഫസ്റ്റ് ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ദ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട്. അപ്പം മുഴുവനായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ എന്താ ചെയ്യുക? ജേർണൽ എൻട്രി എങ്ങനെ എഴുതുന്നത്? കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി അഥവാ ലോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൺട്രാക്ട് അക്കൗണ്ട്. അതായത് കോൺട്രാക്ട് അക്കൗണ്ട് എന്ന ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്രോഫിറ്റ് വരുന്നത്, റൈറ്റ് സൈഡിലായിരിക്കും ലോസ് വരുന്നത്. അടുത്തത് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് പ്രൈസ് ഈസ് ക്രെഡിറ്റഡ് ടു കോൺട്രാക്ട് അക്കൗണ്ട് ബൈ ഡെബിറ്റിംഗ് കോൺട്രാക്ടീസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് ഡെബിറ്റ് ആവുന്നത്? കോൺട്രാക്ടീസ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ആവുന്നത്. ആരുടെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ആവുന്നത്? കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പൊ കോൺട്രാക്ടീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൺട്രാക്ട് അക്കൗണ്ട് എന്നാണ് നമുക്ക് ജേർണൽ എൻട്രി വരുന്നത്. അടുത്തത് ഓൺ റിസീറ്റ് ഓഫ് കോൺട്രാക്ട് പ്രൈസ് ദ കോൺട്രാക്ടീസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് എമൗണ്ട്. അപ്പൊ പൈസ നമുക്ക് മുഴുവനായിട്ടും കിട്ടിയെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ജേർണൽ എൻട്രിയിൽ എങ്ങനെ എഴുതും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൺട്രാക്ടീസ് അക്കൗണ്ട്. നമുക്ക് ജേർണൽ എൻട്രി ഒന്നും അല്ല എഴുതേണ്ടത്, നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ലെഡ്ജേഴ്സ് അക്കൗണ്ട്സ് ഒക്കെയാണ്. നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ മോഹൻ undertook a contract for constructing a building on 1st July 2016 for Mr. Sadish. The contract price is rupees 75,000. He incurred the following expenses. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കോൺട്രാക്ട് പ്രൈസ് തന്നിട്ടുണ്ട്. എത്ര രൂപയാണ്? 75,000 ആണ് നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി നമുക്ക് കുറച്ച് എക്സ്പെൻസസ് വരുന്നുണ്ട്. മെറ്റീരിയൽ, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ലാൻഡ് പർച്ചേസ്, മെറ്റീരിയൽ ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ്. ഈ എക്സ്പെൻസസ് എല്ലാം നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്ന പ്ലാന്റ് പർച്ചേസിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്ലാന്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആദ്യം നമ്മൾ ഈ പ്ലാന്റിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും? കോൺട്രാക്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ പ്ലാന്റിന്റെ കോസ്റ്റ് എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ പ്ലാന്റിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ കൂടെ എഴുതുക. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ആണ്. നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലെഡ്ജർ ഫോമിലാണ് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് ചെയ്യേണ്ടത്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ മെറ്റീരിയൽ കൺസ്യൂമറും വേജസും ഡയറക്റ്റ് എക്സ്പെൻസസും നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാം. മെറ്റീരിയൽ കൺസ്യൂമർ $25,000, wages $35,000, direct expenses $20,000. ഇനി നമ്മൾ പ്ലാന്റ് ഇവിടെ പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ എന്തെഴുതണം? ഈ പ്ലാന്റിന്റെ പർച്ചേസ് എമൗണ്ടും കൂടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പ്ലാന്റ് എത്രയാണ് റേറ്റ് വരുന്നത്? 10,000. ഇനി മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട്, അതായത് ക്ലോസിംഗ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എന്ന്. ദ കോൺട്രാക്ട് വാസ് കംപ്ലീറ്റഡ് ഓൺ 31st March 2017. അപ്പോൾ കോൺട്രാക്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ടൂലി റിസീവ്ഡ്. നമുക്ക് കോൺട്രാക്ട് പ്രൈസ് നമുക്ക് മൊത്തമായിട്ടും കിട്ടിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ മൊത്തമായിട്ട് നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോൺട്രാക്ടീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്ടീസ് അക്കൗണ്ടിന് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. കോൺട്രാക്ട് എമൗണ്ട് എന്ന് പറയുന്ന മുഴുവൻ തുകയും നമ്മൾ എന്ത് എഴുതണം? ഇവിടെ കോൺട്രാക്ടീസ് അക്കൗണ്ടിന് നേരെ എഴുതണം. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഫോർ 10% പെർ ആനം ഓൺ പ്ലാന്റ്. അപ്പം ഡിപ്രീസിയേഷൻ 10% വരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലോസിംഗ് പ്ലാന്റ് എത്ര എഴുതണം? ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് എഴുതേണ്ടത്. അപ്പം 10,000 ആണ് നമ്മൾ പർച്ചേസ് വാല്യൂ. അതിൽ നിന്നും 10% കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,000 തന്നെ കിട്ടി. അടുത്തത് ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അറ്റ് 20% ഓൺ വേജസ്. വേജസിന്റെ 20% നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് ചാർജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കാണാനായിട്ട് വേജസിന്റെ 20% അല്ലെ, വേജസിന്റെ 20% നമ്മൾ എഴുതുക. 20% ഓഫ് വേജസ് എത്രയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്? 35,000. 35,000 20% എന്ന് പറയുന്നത് 7,000 ആണ്. 7,000 എന്ന് എഴുതുക. ഇനി നമ്മൾ എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് എഴുതിയിട്ടില്ല. അപ്പൊ ക്ലോസിംഗ് മെറ്റീരിയൽസ് കൂടെ നമുക്ക് എഴുതാം. ബൈ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഇത് ക്ലോസിംഗ് വാല്യൂ ആണ്. അത് എത്രയെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1000. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. അപ്പം നമുക്ക് ഈ സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ 97,000 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ 97,000 നിന്ന് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ബാലൻസ് എല്ലാം കുറച്ച് വരുന്നത്. ഇനി നമ്മൾ ഈ 97,000 നിന്നും ഇത്രയും എമൗണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 12,000 rupees ആണ് വരുന്നത്. ഇതിനെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കിവിടെ ലോസ് ആണ് കിട്ടിയത്, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ നമ്മളിവിടെ എഴുതുന്നത്.
ഇനി നമ്മളോട് കോൺട്രാക്ടീസ് അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺട്രാക്ടീസ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? കോൺട്രാക്ടീസ് അക്കൗണ്ടിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൺട്രാക്ടീസ് അക്കൗണ്ട് എഴുതണം. കാരണം നമ്മൾ പൈസ കോൺട്രാക്റ്റിയുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ കോൺട്രാക്ടീസ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. എത്ര രൂപയാണ്? ഫുൾ എമൗണ്ട്. കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഫുൾ പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കോൺട്രാക്ടീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്, ഇവിടെ നമ്മൾ എൻട്രി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. കോൺട്രാക്ടീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എമൗണ്ടും ബാലൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ വരുന്നത്. ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID യിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.